ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ്. ആൻഡ് ബ്രേക്ക് ഡൗൺ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറയുന്നു സീൻ ബൈ സീൻ. ഇതിലിപ്പോൾ പാർട്ട് 2 ആയിട്ട് വരാം, പാർട്ട് 1 ആയിട്ട് വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്യൂറേഷൻ ഐ എം ഹോസ്റ്റിംഗ് ഇറ്റ്. കൂടുതൽ നേരം പഠിക്കുകയാണെങ്കിൽ, കാരണം കുറേ എഡിറ്റ് ചെയ്യേണ്ടി വരും ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സിനിമയുടെ ട്രെയിലറിൽ നമുക്ക് കിടക്കാം. ആൻഡ് ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ അർജുന ഒരു നിലാവുള്ള ഒരു രാത്രി പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ചുറ്റും കാട്, അത് നല്ല മരങ്ങളുള്ള സ്ഥലം, അതിൻ്റെ നടുക്ക് ഒരു ചെറിയ സ്പേസിൽ നമ്മുടെ ചന്ദ്രനെ കാണുന്നുണ്ട്. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ, ഒബ്വിയസ്ലി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷോട്ട് കിട്ടുന്നത് നമ്മുടെ അർജുന അശോകൻ കിടന്ന് ഉറങ്ങണതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഇതിൽ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുന്നത് ഈ മനയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം ഇവിടെ പണിക്ക് ആണ് കൂടുതൽ സാധ്യത ഉള്ളത്. ഇങ്ങനെ പണിക്ക് വരുന്നു. നെക്സ്റ്റ് ഷോ നമ്മൾ കാണുന്നത് ചങ്ങലയാണ്. ചങ്ങലയുടെ ചുറ്റുപറ്റായിട്ട് കുറേ എന്തൊക്കെയൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുരുമുളകാണെന്ന് എനിക്ക് തോന്നണേ. കുരുമുളക് അങ്ങനെ ആണ് സാധ്യത, കാരണം ചുരുണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തോ കണ്ട് വല്ലാണ്ട് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു കരച്ചിലും എണീക്കുന്നൊരു സീനാണ്. അത് ചിലപ്പോൾ വേറെ ഷോട്ടായിരിക്കും, വേറെ ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. ബട്ട് ഇതിൽ നമ്മൾ കാണുമ്പോൾ ഒരു വലിയൊരു പാറയുടെ അടിയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ പെട്ടെന്ന് എണീറ്റുന്ന ഷോട്ടാണ്. അപ്പോൾ ആ സീൻ കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സിങ്ങൊക്കെ കണ്ടാൽ മനസ്സിലാവും പണ്ടത്തെ ഒരു എറയാണ്, പണ്ടത്തെ കാലഘട്ടത്തിലാണ് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ച് എണീറ്റ് വന്നൊരു സീനാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കാണുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ്. ആൻഡ് ഇത് കാണിച്ചിട്ടുള്ളത് വളരെ ഇൻവേർട്ടഡ് ആയിട്ടാണ്. ആൻഡ് ഞാൻ പറയുന്നത് ഈ ഒരു മനനെ പറ്റിയാണ്. മന ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് പറയാം ഒരു ആസ്പെക്റ്റാണ് ത്രൂ ഔട്ട് ദ മൂവി. കാരണം ഈ ഒരു ഹോൾ മൂവി മെജോറിറ്റി ലൊക്കേഷൻ, അതായത് അവരുടെ എല്ലാ ഷൂട്ടിങ്ങും നടന്നിട്ടുള്ളത് ഈ ഒരു ഇട്ടാവട്ടത്തും അതിൻ്റെ അകത്തുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാണിച്ചിട്ടുള്ളത് ഇൻവേർട്ടർ ആയിട്ടുള്ളത് തലതിരിഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തരം എന്തോ അപശകുനം പിടിച്ച വീടോ അല്ലെങ്കിൽ ഒരു ഹൊറബിൾ തിങ് നടന്നൊരു സംഭവമോ അല്ലെങ്കിൽ ഹൊറർ ഡെപിക്ഷൻ കാണിക്കാനാണ് കൂടുതൽ ആൾക്കാർ ഈ തിരിഞ്ഞും വളഞ്ഞും കാണിക്കുന്നത്. ഇത്തിരി സൈക്കോട്ടിക്, മെൻ്റൽ അങ്ങനെയുള്ള ഒരു ഇതിലും പെടുത്താന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കാണുന്നത് ഒരു ചെലന്തി വലയാണ്. ചെലന്തി വല പല രീതിക്ക് നമുക്ക് വേണമെങ്കിൽ സിംബലൈസ് ചെയ്യാം. ആൻഡ് അതിൽ ഒപ്പം വരുന്ന ഡയലോഗ് പവർഫുൾ ഡയലോഗാണ്. അത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ബ്രേക്ക് ഡൗൺ എല്ലാം നമുക്ക് ചെയ്യാം. ആൻഡ് ഗോയിങ് ടു ബൈ സീൻ സിദ്ധാർത്ഥ ഭരതൻ്റെ കൈ ഇങ്ങനെ പോന്നിട്ട് പുള്ളിക്കാരൻ കയ്യിൽ വെള്ളത്തുള്ളിയാണ് കാണുന്നത്. അപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ മഴയാണ് നമ്മൾ വീണ്ടും ഒരു സീനിലും കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു പണിക്കാരനാവാൻ സാധ്യതയുണ്ട് സിദ്ധാർത്ഥ ഭരതൻ. ആൻഡ് അവിടെ പിന്നീട് വരുന്ന ആളായിരിക്കും ചിലപ്പോൾ അർജുന അശോകൻ. പല ഒരുതരം വലിയ പവറില്ലാത്തൊരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അല്ല അർജുന അശോകൻ. ഒരു നോർമൽ ഭയങ്കര സാധാരണ മനുഷ്യനാണ്. കുളക്കടവിൽ എന്തോ ഒരു ശവം പൊന്തിക്കെടുക്കുന്ന സീനും നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അത് പക്ഷേ ഓവർ ഫ്ലഡഡ് ആയിട്ട് തോന്നണേ. ആൻഡ് മമ്മൂക്കാൻ്റെ ഒരു ഷോട്ടും വളരെ അണ്ടർ റേറ്റഡ് ആണ്. ആൻഡ് ഇതിൽ ട്രെയിലറിൻ്റെ ഒരു ഇമേജ് നമ്മൾ കാണണമെങ്കിൽ മമ്മൂക്കാൻ്റെ ഫേസ് മാത്രം കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് നമ്മുടെ ബാക്കിയുള്ളവരുടെ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി അർജുന അശോകൻ്റെ ഫേസ് നോക്കുകയാണെങ്കിൽ ആൾ കരയുന്നതും ചിരിക്കുന്നതും പേടിപ്പിക്കുന്നതും ആയിട്ടുള്ള പല രൂപങ്ങളും നമുക്ക് ആ ഒരു ട്രെയിലറുടെ ഇമേജിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളെന്താ മനസ്സിലാകേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡിപിക്ഷൻ, ഫസ്റ്റത്തെ ഒരു എന്താ പറയുക, ദ കീ റോൾ ഗോസ് ടു മമ്മൂക്ക. അതിൽ ചുറ്റിപ്പറ്റി പേടിപ്പെടുത്തി എല്ലാം എൻജോയബിൾ ആക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ പകിടുകളിനെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട്. പകിടുകളി എന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ ട്രെയിലർ ഇലക്ഷന് പറഞ്ഞു, ഈ മഹാഭാരതത്തിലൊക്കെ എന്തോ ഒരു കളി കളിച്ചിട്ടാണ് ഇവർ എന്തോ തോക്കുന്നതൊക്കെ. അപ്പോൾ തോറ്റിട്ട് ഇവരെന്തോ രണ്ട് സൈഡ് ഓപ്പോസിറ്റ് എന്തോ കള്ളക്കളി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്നെ കേട്ട് വന്നത്, വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് അത് കളിച്ചിട്ട് ചൂതുകളി എന്നാണ് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ ഈ ഒരു ഗെയിമും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിം, സമയം, വെതർ, അങ്ങനെയൊക്കെ കുറേ ബ്ലാക്ക് മാജിക്കൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ അർജുന അശോകനും മമ്മൂക്കയാണ് ഈ ഗെയിം കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു തേർഡ് വീലായിട്ട് വരുന്നതായിരിക്കും സിദ്ധാർത്ഥ ഭരതൻ. ഓക്കെ, സിദ്ധാർത്ഥ ഭരതൻ എന്തോ ഒരു പകയുണ്ട് മമ്മൂക്കാൻ്റെ അടുത്ത്. അത് നമുക്ക് എന്തോ ഇവിടേക്കും ക്ലിയർ ആവുന്നുണ്ട് ഇവിടേക്കായിട്ട്. നോക്കാം. നെക്സ്റ്റ് സീൻ വരുന്നത് ഒരു പർട്ടിക്കുലർ കാർവിങ് ആണ്. അത് ഈ ഇത്തിരി ഹൊറിഫൈങ് ഇമേജ് ആണ്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. പക്ഷെ പല സ്ഥലത്തും നമ്മൾ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ട്, വീടിൻ്റെ പുറത്തായിട്ടും ചുമരിൽ കൊത്തി വെച്ചിട്ടുള്ളൊരു ഇമേജ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മൂക്കാൻ്റെ ഒരു ഫേസ് മുന്നോട്ട് വരികയാണ്.
അപ്പോൾ ചിലപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡെവിൾ ആവാൻ സാധ്യതയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് കരിക്കൾ, അത് മറ്റേ ഡൈസ്, അങ്ങനെയൊക്കെ. പിന്നീട് സീൻ കാണുന്ന നമ്മൾ മമ്മൂക്ക ഡൈസ് എറിയുന്നതാണ്. ആൻഡ് തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനും നമ്മുടെ അർജുന അശോകനും കൂടി എന്തോ തപ്പുന്നത് പോലെയാണ്. ലൈക്ക് ദേ ആർ സെർച്ചിങ് ഫോർ സംതിങ്. അപ്പോൾ സെർച്ചിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നൊരു സീനാണ് മമ്മൂക്കൻ്റെ ഒരു പോർട്രേറ്റ്, ഒരു പെയിൻറ്റിങ് കാണുന്നുണ്ട്. അത് വല്ലാണ്ട് ഒരു തരം മനുഷ്യത്താഴ് വൈബിലാണ് കിടക്കുന്നത്. കുറേ മാറാലിയും മണികളും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫോട്ടോ ചിലപ്പോൾ അത് കത്തുന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ ആളുടെ ഇമാജിനേഷൻ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നേരിട്ട് കത്തിക്കണമായിരിക്കും ദേഷ്യം കൊണ്ട്.